കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്നവൻ, അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഇന്ന് പകലിലും നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധി മഹിമയുള്ളവൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, താൻ മാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ആ ശ്രേഷ്ഠ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മളൊന്ന് തിരിച്ചറിയണം. ആ നാമത്തിൻ്റെ ശക്തിയിൽ മുടന്തർമാനിനെ പോലെ കുതിക്കും, ചെകിടറ ചെവി തുറക്കും, തുറക്കാത്ത വിഷയങ്ങൾ തുറക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഉമറവായി തുറക്കും, അടഞ്ഞ സകല അന്ധകാര മണ്ഡലങ്ങളും അടച്ചതിനെ തുറക്കാൻ കഴിവുള്ള ശ്രേഷ്ഠ നാമം ഇന്ന് പകലിലും നമ്മുടെ മധ്യേ വെളിപ്പെടുന്നു. ആ നാമത്തിൻ്റെ ശക്തിയാൽ പിശാചുക്കൾ വിറയ്ക്കും, ഭൂതങ്ങൾ അലറി വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും. അസാധ്യങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ തയ്യാറാകൂ. നാളുകൾ അവകാശം പറയുന്ന സകല ശക്തികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാത്ത വിഷയങ്ങൾ ഇന്ന് പകലിലും എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നമ്മൾ ജയം പ്രഖ്യാപിക്കണം. അധികാരമുള്ള ആ നാമം എവിടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് വിശ്വസിച്ച പല വാഗ്ദത്തങ്ങളും എഴുന്നേറ്റില്ലേ? നടക്കത്തില്ലെന്ന് പറഞ്ഞ് നടന്നില്ലേ? അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് പുറത്തുപോയി. മാത്രമല്ല, ആർക്കും മെരുങ്ങാത്തത്, കല്ലറകൾ പാർത്തത്, ചങ്ങലകൾ പോലും ബന്ധിക്കാൻ കഴിയാത്ത അന്ധകാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയില്ലേ? ഇന്ന് പകലും ആ വചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യം വെളിപ്പെടുമ്പോൾ നാളുകളായി ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആർക്കും കീഴടങ്ങാത്ത ചില ശക്തികൾ ഇന്ന് ഈ പകൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാണ്, മുട്ടുകുത്താൻ പോകുകയാണ്. നാളുകൾ ഇസ്രായേൽ മക്കളെ 40-ൽ പരം ദിവസങ്ങൾ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഗോലിയാത്തിൻ്റെ ശക്തമായ വെല്ലുവിളി, ഇസ്രായേൽ നിര തോറ്റ് പിന്മാറുന്നത് പോലെ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ യഹോവയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഒരു ബാലകനായ ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലുക. യഹോവയുടെ നാമത്തിൽ ഗോലിയാത്തിനോട് പറയും, നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ആ നാമത്തിൻ്റെ ശക്തി എന്താണെന്ന് നീ ഇനി അറിയാൻ പോവുകയാണ്. നോക്കൂ, അതുവരെ ഒരു ആർമിയെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന, ഇസ്രായേൽ പട്ടാള നിരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആ ഗോലിയാത്തവൻ്റെ ശക്തമായ വെല്ലുവിളികളും ഫെലിസ്തീൻ ശക്തികളും യഹോവയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ദാവീദ് മുൻപോട്ടിയെന്ന് പ്രഖ്യാപനം ചെയ്ത് അടുത്ത സ്റ്റെപ്പുകൾ എടുത്തപ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ കവിണ് വീഴുക. ഒറ്റയേറണം. മനസ്സിലായോ? ഈ പകൽ അഭിഷേകമുള്ളതിൻ്റെ മുമ്പിൽ ചിലത് കവിണ് വീഴുമെന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിലും മലാക്കി പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൽ കീഴിൽ ചാരം പോലെ ആയിരിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ ചവിട്ടി കളയും.
എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വളരെ ആഴമായ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന, അഭിഷേകത്തിൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകമാണ് മലാക്കി പ്രവചനം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും തളടിയാകും. വരുവാനുള്ള ആ ദിവസം, ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ആ ദിവസം, നമുക്കോ, ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ നാമത്തെ അനുസരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, അഭിഷേകത്തോടെ മുൻപോട്ട് പോകുന്ന, തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തൻ്റെ ജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഹല്ലേലൂയ ഉദിക്കാൻ പോകുകയാണ്. സൂര്യൻ ഉദിച്ചുയരുന്ന ആ പ്രകാശം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. ആരുടെ മേലെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, വേർതിരിക്കപ്പെട്ട, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമേ. ലോകം നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, ഇന്ന് പകൽ 100 പേര് ടെസ്റ്റ് പണി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലെങ്കിലും, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ദേശം കാണാൻ പോകുകയാണ്, ലോകം അറിയാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ആരാണെന്ന് വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം എന്താണെന്ന് ദൈവം അതിന് സ്പ്രെഡാക്കാൻ പോകുകയാണ്. സൂര്യൻ നിങ്ങളുടെ മേൽ ഉദിക്കുമ്പോൾ, ദൈവ തേജസ് വെളിപ്പെടുമ്പോൾ, അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽ തിരിച്ചറിയാം. നമ്മുടെ കുറിവാക്യം, ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ. അതിന് മുമ്പത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അന്ന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധകരമായൊരു ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പുറപ്പെട്ട തൊഴുത്തുനിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നമുക്കറിയാം, ഒരു പശുക്കിടാവ് ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ എല്ലാം മറന്ന് ചാടി ചാടി നടക്കുന്നത് പോലെ അഭിഷേകമുള്ളവൻ, ദൈവപ്രവചനം, ദൈവത്തിൻ്റെ ദൂതുകൾ, ദൈവത്തിൻ്റെ ആലോചന കേട്ടവൻ തുള്ളിച്ചാടാൻ പോകുക. ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മറന്ന്, വേദനകൾ മറന്ന്, തകർച്ചകൾ മറന്ന്, ശൂന്യതകൾ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ നടുവിലും തുള്ളിച്ചാടും. കാരണം ദൈവ തേജസ് ഉദിക്കുന്നവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല. ദൈവ തേജസ് ഉദിക്കുന്നവൻ ആത്മാവിൽ നടക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നോക്കി സന്ദേശം വിളിച്ചു പറയുന്നു. ചിലതിന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇനി നോക്കൂ, ദൈവത്തിൻ്റെ അരുളപ്പാട്, ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ, ദൈവം ഉണ്ടാക്കുന്ന ആ ഡേയിൽ, ദൈവം ഉണ്ടാക്കുന്ന ആ പ്രത്യേക സമയത്ത്, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു ഡേ ഉണ്ട്. നോക്കൂ, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, അഭിഷേകത്തിന് വേണ്ടി നിന്ന യോഹന്നാനെ, നിനക്കൊരു ഡേ ഉണ്ട്, കർത്തൃ ദിവസം. അവിടെ ആത്മാവിൽ തനാകുകയാണ്, ആത്മവിവശനാകുക. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്തൃ ദിവസമുണ്ട്, യഹോവയുടെ ദിവസമുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രത്യേക ദിവസമുണ്ട്. പ്രിയരെ, നിങ്ങളെന്നും ഇങ്ങനെ വേദന അനുഭവിക്കാനല്ല, എന്നും ഇങ്ങനെ പോകാനല്ല. ദൈവം ഉണ്ടാക്കുന്ന ദിവസം, ദുഷ്ടൻ ഉണ്ടാക്കുന്ന ഒരു ദിവസമുണ്ട്, കഷ്ടതയുടെ ഒരു ദിവസമുണ്ട്, വേദനയുടെ ഒരു ദിവസമുണ്ട്. നിയമത്തിന് വിരോധമായി കഷ്ടതയുണ്ടാക്കുന്ന ദുഷ്ടസിംഹാസനങ്ങളുടെ ഒരു ഡേ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ദിവസം സകലത്തെയും തകർക്കുന്ന, സകല ദുഷ്ടശക്തികളെ കാൽ കീഴാക്കുന്ന, അതാണ് നമ്മുടെ മേലുള്ള വെളിപ്പാട്. ശ്രദ്ധിക്കണമേ, ദൈവമുണ്ടാക്കാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ്റെ കീഴിൽ ചാരം പോലെയാകാൻ പോകുക.
നമ്മൾ ചാരത്തെ നിസ്സാരമായി ചവിട്ടിക്കളയുന്നത് പോലെ ഇന്ന് വെല്ലുവിളിക്കുന്ന സകല ശക്തിയുടെ മേലും ഈ പകൽ പരിശുദ്ധാത്മാവിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആത്മാവിൻ്റെ ഡേ നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഞാൻ എൻ്റെ പ്രവചന ഭാഗമല്ല പറയുന്നത്, ആത്മീയ വെളിപ്പാട് പറയുന്നു. ആത്മാവിൻ്റെ ദിവസം വരുമ്പോൾ, പ്രാർത്ഥനാ മുറിയിൽ അഭിഷേകത്തിൻ്റെ ദിവസം വരുമ്പോൾ, ആ സ്പിരിച്വൽ അതോറിറ്റിയുടെ ദിവസം വരുമ്പോൾ, ആത്മനിയോഗത്തിൻ്റെ ദിവസം വരുമ്പോൾ, ആത്മപകർച്ചയുടെ ദിവസം വരുമ്പോൾ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതവണ്ണം ആത്മനദിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ മേൽ ഇതുവരെ വ്യാപരിക്കുന്ന സകല ശക്തികളെയും ഒരു ചാരത്തെ പോലെ ചവിട്ടാൻ ദൈവാത്മാവിൻ്റെ നിയോഗം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരികയാ. ഈ അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ തലമുറകളുടെ മേൽ വരട്ടെ, ദൈവസഭകളുടെ മേൽ വരട്ടെ, അഭിഷക്തന്മാരുടെ മേൽ വരട്ടെ. ദൈവത്തിൻ്റെ ഡേ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആത്മിക വെളിപ്പാട് പറയുന്നു. പ്രാർത്ഥിക്കുന്നവൻ ആത്മതലത്തിലേക്ക് വരുന്നത്, പ്രാർത്ഥിക്കുന്നവൻ അഭിഷേകത്തിൻ്റെ അടുത്ത റിലേയിലേക്ക് വരുന്നറേ. ഓ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവൻ അടുത്ത റോയിലേക്ക് കടക്കുന്ന ആ ഡേയിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറകുടമാകുന്ന ആ പ്രത്യേക ടൈമിൽ, ഓ ഹല്ലേലൂയ, ഞാൻ ആത്മാവിന്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുന്നു. ആ ദിവസം സകല ദുഷ്ടശക്തികളെയും ചാരത്തെ പോലെ ചവിട്ടാൻ, നിസ്സാരമായ ചവിട്ടി മതിക്കാൻ ദൈവാത്മാവ് തൻ്റെ ജനത്തെ സഹായിക്കും. രോഗബന്ധനങ്ങളെ ചവിട്ടാൻ, തകർച്ചകളെ ചവിട്ടാൻ, ശൂന്യതകളെ ചവിട്ടാൻ, നിരാശകളെ ചവിട്ടാൻ, വെല്ലുവിളികളെ ചവിട്ടാൻ ഒരു ഭക്തന് കഴിയണമെങ്കിൽ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അതിശക്തമായ വ്യാപാരം, സകലത്തെയും കാൽ കീഴാക്കി മെതിക്കുന്ന അഭിഷേകം, ദൈവത്തിൻ്റെ ഡേ വരണമെങ്കിൽ ദൈവമായി സംസാരിച്ച ആത്മാവ് നമ്മുടെ മേൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉദിച്ചുയർന്ന് ആത്മാവിനകത്താകുമ്പോൾ ആ ഡേ, ഞാൻ അക്ഷരികമല്ല പറയുന്ന ആത്മീയ വെളിപ്പാട്, ഞാൻ ഇതിൻ്റെ പ്രവചന ഭാഗമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. സകലത്തെയും ചാരത്തെ പോലാക്കാൻ ഇന്ന് പകൽ കർത്താവേ അങ്ങയുടെ ഡേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വരട്ടെ. യേസ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൈന്യം ഇറങ്ങി വരട്ടെ, ദൈവ തേജസ് ഇറങ്ങി വരട്ടെ, ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി വരാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോകുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്താൻ പോകുക. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ നിയോഗം ഇറങ്ങാൻ പോകുക. നിങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുക. അതിനെതിരെ വ്യാപരിക്കുന്ന സകല ശക്തികളെയും ചവിട്ടുന്ന ആ ഡേ ഇന്നാകട്ടെ. അതിനുവേണ്ടി ഏൽപ്പിക്കുമോ? യേശുവിൻ നാമത്തിൽ പിതാവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സകല ദുഷ്ടശക്തികളെയും ചാരൻ ചവിട്ടുന്നത് പോലെ ചവിട്ടി മെതിച്ച മുൻപോട്ട് പോയി ആത്മാവിന്റെ ഡേ, അതിന്റെ വിടുതലുകൾ, അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെ എല്ലാം ഇടയാക്കും. സകല മഹത്വം വാങ്ങിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മളാരാന്ന ഈ ദിവസങ്ങൾ തെളിയും. സകലത്തെയും ജയിക്കാൻ, ചവിട്ടാൻ, ആത്മാവിൽ നടക്കാൻ, അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ ഇടയാക്കും. ഈ വചനങ്ങളാൽ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രവർത്തിക്കുന്നു.